ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മസാല ഇഡ്ലിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും റെഡിയാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അതിന് ആദ്യം തന്നെ കുറച്ച് ഇഡ്ഡലി എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 9 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഈ കട്ട് ചെയ്തെടുത്ത ഇഡ്ഡലി എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ടേസ്റ്റ്. ഫസ്റ്റ് ബാച്ച് ഇട്ട ഇഡ്ഡലിയെല്ലാം ഞാൻ ഈ ഒരു രീതിയിൽ ഫ്രൈ ആയപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് സെക്കൻഡ് ബാച്ചും കൂടി ഇടാനുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ അതും ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഇഡ്ഡലി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. മസാലയുടെ ആവശ്യമില്ല. എന്നാൽ മസാലയും കൂടെ ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നല്ല പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അങ്ങനെ സെക്കൻഡ് ബാച്ച് ഇഡ്ഡലിയും ഞാനിട്ട് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇഡ്ഡലിയെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും പിന്നെ 1 ടീസ്പൂൺ കടുകും 1.5 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പുമാണ് ഇട്ടിട്ടുള്ളത്. അതൊന്ന് മൂത്തതിന് ശേഷം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത 2 പച്ചമുളക് കൂടെ ഒന്ന് മൂപ്പിക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുത്ത ഇഞ്ചിയാണ്. അതും ഒന്ന് മൂത്തതിന് ശേഷം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. അതെല്ലാം നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം 1 കറിവേപ്പിലയും പിന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 8 പീസ് ചെറിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇട്ട് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം ഈ ടൈമിൽ തന്നെ. ഇനി നമ്മൾ ക്രഷ്ഡ് ചില്ലിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മാത്രം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത മസാലപ്പൊടിയെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി ഒരു പകുതി തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് കൂട്ടാൻ കുറയ്ക്കൊക്കെ ചെയ്യാം. ഒരു തക്കാളി വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ ഒരു പകുതി തക്കാളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോസൊക്കെ ചേർക്കാനുള്ള ടൈമായി. ഞാൻ ആദ്യം ചേർക്കുന്ന ചില്ലി ഗാർലിക് സോസാണ്. അതൊരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ തന്നെ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. സോസൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഒരു ടേസ്റ്റ് ബാലൻസിങ്ങിനായിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഇഡ്ഡലി നമുക്കതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈവനിങ് സ്നാക്കായിട്ടും നല്ലതാണ്. നമുക്ക് കട്ടൻ ചായയുടെ കൂടെയും ചായയുടെ കൂടെയൊക്കെ കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിനും നല്ലൊരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുവരെയും ഇഡ്ഡലി വെച്ചിട്ട് ഇതുപോലൊരു റെസിപ്പി റെഡിയാക്കി നോക്കിയിട്ടില്ലാത്തവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.